നമ്മുടെ കർത്താവും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. വ്യത്യസ്തങ്ങളായ 7 പ്രാർത്ഥനകൾ കൊണ്ട് നിറയപ്പെട്ടതാണ് യാക്കോബിന്റെ ലേഖനം. 1. ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. 2. കഷ്ടം അനുഭവിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന. 3. രോഗസൗഖ്യത്തിനായിട്ടുള്ള പ്രാർത്ഥന. 4. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. 5. പാപങ്ങളെ ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥന. 6. ഒരുവന് വേണ്ടി ഒരുവന്റെ പ്രാർത്ഥന. 7. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥനയായ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ളതാണ് നാം വായിച്ച ഈ വാക്യങ്ങൾ. ഏലിയാവിന്റെ പ്രാർത്ഥനയും ലഭ്യമാകുന്ന മറുപടിയുമാണ് ഈ വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട സന്ദേശം എന്നുള്ളത്. ദൈവിക അരുളപ്പാടിനുള്ള ബന്ധത്തിലായിരുന്നു ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. 2 കാര്യങ്ങൾക്കായിട്ടാണ് ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. 1. മഴ പെയ്യാതിരിക്കുവാൻ. ബൈബിളിൽ എവിടെ വെച്ചാണ് ഏലിയാവ് ഈ പ്രാർത്ഥന നടത്തുന്നു എന്നത് നമുക്ക് വ്യക്തമല്ല. ഒരുപക്ഷെ കൊട്ടാരത്തിലാകാം, വനാന്തരത്തിലാകാം, വീട്ടിലാകാം, മരച്ചുവട്ടിലാകാം ഏലിയാവിന്റെ പ്രാർത്ഥന. നാം അറിയേണ്ട ഒരു കാര്യം വചനത്തിന്റെ പിൻബലത്തിൽ പറയാം. എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ പ്രാധാന്യമേറിയത് ആരോടാണ് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നു എന്നുള്ള വ്യക്തമേറിയ ബോധ്യത്തോടുകൂടി ആകാം. 2ാമത്തെ പ്രാർത്ഥന മഴ പെയ്യുവാനാണ്. എവിടെ വെച്ചാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് എന്നുള്ളത് ബൈബിളിൽ വ്യക്തമാണ്. കർമ്മേലിലെ ദൈവപ്രവർത്തിക്ക് അനന്തരം ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ താൻ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ബാല്യക്കാരനോട്, നീ കടലിന് നേരെ നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് വന്നു പറഞ്ഞു. ഏലിയാവ് പ്രാർത്ഥനയിൽ തുടരുമ്പോൾ തന്നെ ബാല്യക്കാരോട് പറയുക, നീ 7 പ്രാവശ്യം ചെല്ലുക. തൻ്റെ ആവശ്യപ്രകാരം, ആലോചന പ്രകാരം പല ആവർത്തി ബാല്യക്കാരൻ കടലിൽ ചെന്ന് നോക്കി. ഒന്നും തന്നെ കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ 7ാം പ്രാവശ്യം ബാല്യക്കാരൻ ചെന്ന് നോക്കുമ്പോൾ താൻ കാണുന്നത് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം കണ്ടു. താൻ വേഗത്തിൽ ഓടി ഏലിയാവിന്റെ അടുക്കൽ വന്ന് പറയുക, ഇതാ ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം ഞാൻ കാണുന്നു. വിശ്വാസം അകത്തു വർദ്ധിച്ച ഏലിയാവ് ബാല്യക്കാരനോട് പറയുകയാണ്, നീ ആഹാബിനോട് പറയണം, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി പൊയ്ക്കൊള്ളുക. ഏലിയാവിന് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിഞ്ഞത്, ഞാൻ കാണുന്നത് ഒരു മനുഷ്യന്റെ കൈ പോലത്തെ ചെറിയ മേഘമാണെങ്കിലും ആഹാബിന്റെ രഥയാത്രയെ തടുക്കത്തക്ക രീതിയിൽ മഴ പെയ്യുവാൻ പോകുകയാണ്. വചനം പറയുന്നത്, ക്ഷണത്തിൽ ആകാശവും മേഘവും കാറ്റുകൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. ഒരു കാര്യം ഞാൻ വചനത്തിന്റെ പിൻബലത്തിൽ പറയാം. നാം ഇപ്പോൾ പ്രാർത്ഥനയിൽ കാണുന്നത് ഒരു ചെറിയ അടയാളമാകാം, ആമേൻ. എന്നാൽ അതിനപ്പുറത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി നാം കാണാൻ പോവുകയാണ്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിളമ്പിയതുപോലെ ഒരു ഭരണി എണ്ണ വലിയ വർധനവിലേക്ക് വന്നതുപോലെ നാം കാണുന്ന ഇന്നത്തെ ചെറിയ അടയാളങ്ങൾ നാളെ ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമായി മാറുവാൻ പോകുകയാണ്. ഈ പ്രാർത്ഥനയിൽ സംഭവിക്കപ്പെട്ടത് 2 കാര്യങ്ങളാണ്. 1. കൈ പോലത്തെ ഒരു ചെറിയ മേഘം വലിയ വൻമഴയെ കൊണ്ടുവന്നു. 2. ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടുമാറ് ദൈവം ഏലിയാവിനെ ശക്തിപ്പെടുത്തി. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ആമേൻ ദൈവം നമ്മെ ഒരു പുതിയ ശക്തി കൊണ്ട് അലങ്കരിക്കാൻ പോവുകയാണ്. ആഹാബിനെ ഇസ്രായേലിൽ എത്തിച്ചത് രഥമായിരുന്നുവെങ്കിൽ ഏലിയാവിനെ ഇസ്രായേലിൽ എത്തിച്ചത് രഥമല്ല, മാനുഷിക ഒരു ഇടപെടലുകളുമല്ല, യഹോവയുടെ കൈ ആയിരുന്നു. നമുക്ക് മുൻപിൽ ഓടിയ ചിലതിൻ്റെ മുൻപിൽ ഓടിക്കയറുവാൻ
ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരം നമുക്കായി ചലിക്കാൻ പോകുക അല്ല. ഇന്നലകളിൽ നമുക്ക് മുമ്പിൽ ഓടിയതിൻ്റെ മുമ്പിൽ ഓടിക്കയറുവാൻ ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുവാൻ പോകുകയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾക്കകത്ത് നാം കാണുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. നമ്മെപ്പോലെ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ യാക്കോബ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, നമുക്കും ഏലിയാവിനെ പോലെ പ്രാർത്ഥനയിൽ സമയങ്ങളെ ചെലവിടാം. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നമുക്ക് സമയങ്ങളെ ചെലവഴിക്കാം. വലിയ ദൈവപ്രവൃത്തി നമുക്കായി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. സർവകൃപാലുവായ ദൈവം ഈ വചനത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.